ഇവിടെ നമ്മൾ കാണുന്നത് കടലിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സീലാൻഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് 2 തൂണുകളിലാണ് എന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇതൊരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ രാജ്യമാണ് എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ ഒരു ഔദ്യോഗിക രാജ്യമായി അംഗീകരിക്കാനുമാവില്ല. ഒരു രാജ്യത്തിലുള്ള ഏതാണ്ട് എല്ലാ നിയമങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ജനസംഖ്യ 27 പേർ മാത്രമാണ്. ബ്രിട്ടനിലെ സഫോക്കിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന ഒരു ചെറിയ മൈക്രോ നേഷനാണ്. ബ്രിട്ടന്റെ സമുദ്രാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം 2ാം ലോക മഹായുദ്ധകാലത്ത് മിലിറ്ററി ആയുധങ്ങൾ സൂക്ഷിക്കാനായി കടലിന്റെ നടുവിൽ ബ്രിട്ടൻ നിർമ്മിച്ച ഒരു കോട്ടയാണ്. റഫ് ടവർ എന്നായിരുന്നു ഇതിന്റെ പേര്. 2 തൂണുകളും അതിനു മുകളിലായി ഒരു പ്ലാറ്റ്ഫോം. അതിലാണ് റഫ് ടവർ എന്ന ആ കോട്ട നിലനിൽക്കുന്നത്. 1966 ബ്രിട്ടീഷ് ആർമിയിൽ മേജറായിരുന്ന റോയ് ബേറ്റ്സ് ഈ ടവർ കൈയടക്കി. ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻ അതോറിറ്റികളുടെ കണ്ണുവെട്ടിച്ച് ലണ്ടനിൽ ബേൺ ചെയ്തിട്ടുള്ള അമേരിക്കൻ റോക്ക് ആൻഡ് റോയ് മ്യൂസിക് പ്രക്ഷേപണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു പൈററ്റ് റേഡിയോ സ്റ്റേഷൻ എന്നതായിരുന്നു റോയ് ബേറ്റ്സിന്റെ ലക്ഷ്യം. റഫ് ടവർ കൈയടക്കിയ റോയ് ബേറ്റ്സ് ബ്രിട്ടന്റെ അധികാര പരിധിയിൽപ്പെടാത്ത ആ ടവറിനെ 1967 സെപ്റ്റംബർ 2 ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി പ്രഖ്യാപിച്ചു. പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന് തന്റെ സ്വന്തം രാജ്യത്തിന് നാമകരണം ചെയ്തു. ടവർ ഏറ്റെടുത്ത് സ്ഥിരമാക്കിയതോടെ ബേറ്റ്സ് രാജ്യത്തിന് സ്വന്തമായി ഭരണഘടന മുതൽ ഫുട്ബോൾ ടീം വരെ ഉണ്ടാക്കി. പതാക, കറൻസി, ദേശീയ ഗാനം, പാസ്പോർട്ട്, കടലിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന ദേശീയ മുദ്രാവാക്യം എന്നിവയെല്ലാം സീലാൻഡിന് സ്വന്തമായുണ്ട്. കൂടാതെ സ്വന്തമായൊരു ജയിലും സീലാൻഡിലുണ്ട്. എന്നാൽ സീലാൻഡ് പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാനോ നാണയം ഉപയോഗിച്ച് വിനിമയം നടത്താനോ സാധിക്കില്ല. അതിന് കാരണം സീലാൻഡ് ഇപ്പോഴും ഒരു അൺറെക്കഗ്നൈസ്ഡ് മൈക്രോ നേഷനാണ് എന്നത് തന്നെ. മൈക്രോ ദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാജ്യത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാത്തതിനാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി ഔദ്യോഗികമായി ഇതിനെ കണക്കാക്കാനുമാവില്ല.